ഉത്തരം പറയാമോ? ആഹാ, എനിക്ക് ഉത്തരം അറിയില്ല സുരേഷ് ഏട്ടാ. 3 കുട്ടികളാണോ? അതെ, 3 കുട്ടികളാണ്. ഏ അതെ, ഈ സുരേഷ് ഏട്ടൻ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ഉത്തരം അറിയാവോ? മഴ പെയ്താൽ നനയില്ല, എടുത്താൽ പൊങ്ങത്തില്ല. അതെന്തായിരുന്നു ക്വസ്റ്റ്യൻ? എന്തായിരുന്നു? കാറ്റടിച്ചാൽ വീഴില്ല, മഴ പെയ്താൽ നനയില്ല, 1000 പേർ പിടിച്ചാലും പൊങ്ങില്ല. ഉത്തരം എന്താണ്? കാറ്റടിച്ച് വീഴില്ലേ? അതെന്താ അത്രയ്ക്കും ബലമുള്ളതാണ്? മഴ പെയ്താൽ നനയില്ല, നനയില്ലേ? പുല്ലാണോ? 1000 പേർ പിടിച്ചാലും പൊങ്ങില്ല. ഇതെന്താണ്? സുരേഷേട്ടാ, സുരേഷേട്ടാ അറിയത്തില്ല സുരേഷേട്ടാ. ശ്രീകാന്ത് 3 കുട്ടികളാണോ എന്ന് ചോദിക്കുന്നുണ്ട്. യെസ്, 3 കുട്ടികളാണ്. ടാറ്റ ചേച്ചി. അതെന്താ മോനെ മറുപടി പറയാതെ പോകുന്നേ? നിനക്ക് പരീക്ഷ എളുപ്പമായിരുന്നോ റിയ? റിയ കുട്ടിക്ക് പരീക്ഷ എളുപ്പമായിരുന്നോ? നാളത്തേക്കുള്ള പരീക്ഷയ്ക്ക് പഠിച്ചോ? റൈജു, നാളെ ജോലി ഉണ്ടോ? നാളെ സാറ്റർഡേ അല്ലേ? നാളെ ജോലിയുണ്ട്, ജോലിയിലാണ്, ഓൺ ഡ്യൂട്ടി ആണ് ഇപ്പോഴും. പാലക്കാട് ഷൊർണൂർ നാട്. അതെയോ പ്രശാന്തേ? വാവ്, പാലക്കാടാണല്ലേ. നമ്മുടെ രാമൻ ചേട്ടനും പാലക്കാടാണ്. ആൻഡ് ബിഗ് ബി അനൂപ് എന്തായാലും നല്ലതാ. എന്തായാലും നല്ലതാണോ? എന്താ അനൂപ ഉദ്ദേശിച്ചേ? എന്തോ ഉദ്ദേശിച്ചേ? എനിക്ക് മനസ്സിലായില്ല കേട്ടോ. യെസ് എന്ന് പറയുന്നുണ്ട് റിയ. ശ്രീകാന്ത്, ജനു ആണല്ലേ? എന്താ ജനു ആന്ന് പറഞ്ഞാല്? ജനു, ജാനു ആണോ? എന്താ ശ്രീകാന്തേ? ഞാനും പാലക്കാടാണോ? അതെയോ? ഓ ശരിയാണല്ലോ. അപ്പൊ ഇപ്പൊ എത്ര പാലക്കാടുകാരായി? പ്രശാന്ത് പാലക്കാട്, അനൂപ് പാലക്കാട്, രാമചേട്ടൻ പാലക്കാട്. വാവ്, എനിക്ക് ധാരാളം കൂട്ടുകാർ പാലക്കാട് നിന്നുണ്ട് സുഹൃത്തുക്കളെ. ഉത്തരം നിഴൽ. നിഴലോ? ആര് പിടിച്ചാലും പൊങ്ങിയില്ലല്ലേ? ശരിയാണല്ലോ. വാവ്, സൂപ്പർ സുരേഷ് ഏട്ടാ. ഗപ്പ് സുരേഷ് ഏട്ടന് തന്നെ. താങ്ക് യു, താങ്ക് യു. ക്വസ്റ്റ്യൻ്റെ ആൻസർ